എൻ്റെ കുട്ടി പറഞ്ഞിട്ട് കേട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ്. പക്ഷെ കുട്ടികൾ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കില്ല. കാരണം കുട്ടികൾ ഒരു കാലത്തും പറഞ്ഞാൽ കേട്ടിട്ടില്ല. നിങ്ങൾ എപ്പോഴും വേണമെങ്കിലും എടുത്തോളൂ. കുട്ടികൾ എപ്പോഴും ഫോളോ ചെയ്യുന്നവരാണ്. അവർ പിന്തുടരുന്നവരാണ്. അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. മാതാപിതാക്കൾ എന്ത് കാണിക്കുന്നു അത് അവർ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലെ സ്ലാങ്, ഇതെല്ലാം അവർ ഇമിറ്റേറ്റ് ചെയ്യും. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ്. നമ്മൾ എന്ത് പറയുന്നു അത് അവർ അബ്സോർവ് ചെയ്യും. കാരണം ബ്രെയിൻ ബ്ലാങ്ക് ആണ് ആദ്യത്തെ 3 വർഷം. ആദ്യത്തെ 6 വർഷമാണ് ബ്രെയിൻ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് ബ്രെയിനിലോട്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 വർഷം നിങ്ങൾ ആദ്യം കുട്ടിയോട് പറയുവാണ്, നീ വീഴും, നിനക്ക് കാല് വേദനിക്കും, പക്ഷെ കുഴപ്പമുണ്ടാവില്ല, നീ നടന്നോളൂ. നമ്മൾ എന്താണ് പറയുക കുട്ടിയോട്? നീ വീഴരുത് എന്നാണ് പറയുക. പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റം അല്ല. എൻ്റെ കുട്ടി, ആ കുട്ടി എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് സമൂഹത്തിൽ നിന്ന് വരിക, അവർ പഠിക്കുന്ന കാര്യം ഉൾക്കൊള്ളുന്നത്, അവരെങ്ങനെയാണ് ഇതിന് റിയാക്ട് ചെയ്യുന്നത്, അത് പ്രധാനപ്പെട്ട വിഷയം. അത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഷ്യസ് പാരന്റിങ് വളരെ അത്യാവശ്യം. പാരന്റിങ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകം റോളുകൾ ഉണ്ടാവും ഓരോ കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും. അപ്പം അത് നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഏത് രീതിയിൽ നല്ലൊരു പാരന്റ് ആവാൻ പറ്റും? അതായത് നല്ല പാരന്റ്, ചീത്ത പാരന്റ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയേണ്ടതില്ല. ഇല്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി അവരുടെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ കുട്ടി പഠിക്കുന്നത് അവരുടെ അമ്മയിൽ നിന്നായിരിക്കും. വോയിസ് മോഡുലേഷൻ, റെസ്പോണ്ട് ചെയ്യുന്ന സിസ്റ്റം, അതായത് എങ്ങനെയാണ് വേണ്ട എന്ന് പറയുന്നതിനെ പല രീതിയിൽ പറയാം. എനിക്ക് വേണ്ട എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ കാഷ്വലി പറയും എനിക്ക് വേണ്ട എന്ന് പറയും. അതെ, പക്ഷെ ഒരു കുട്ടി വേണ്ട എന്ന് പറയുന്നതിൻ്റെ മോഡുലേഷൻ നോക്കിയാൽ ആ കുട്ടിയുടെ അമ്മയുടെ ക്യാരക്ടർ അറിയാൻ പറ്റും. തീർച്ചയായും. ഓക്കെ, ആ അമ്മ സംസാരിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു എക്സ് ടൈം മേളിലായിരിക്കും കുട്ടി സംസാരിക്കുക, താഴെ ആയിരിക്കില്ല. അപ്പോൾ അമ്മ സംസാരിക്കുന്ന ഇമോഷൻസിനെയാണ് കുട്ടി ഏറ്റവും ആദ്യം ശീലിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ റോളുണ്ട്. ഒരു വിഷയത്തെ, അതായത് ഒരു ഭക്ഷണം കഴിക്കുന്നതിന്, ഒരു ഭക്ഷണം കളയുന്നതിന്, ഉം. ഇപ്പം ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടുന്നതും ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് നിലത്ത് വീണ് പൊട്ടി എന്ന് കരുതുക, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി, ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതെ. കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി അമ്മ പറയും, ഷോ കണ്ടില്ല, അല്ലെങ്കിൽ അബദ്ധം പറ്റി, അയ്യോ ഈ ഗ്ലാസ് ഇവിടെ ആരോ കൊണ്ട വെച്ചെന്ന് ചോദിക്കും പെട്ടെന്ന്. കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഗ്ലാസ് വീണ് പൊട്ടുന്നതെങ്കിൽ അമ്മ സ്വാഭാവികം ചോദിക്കും, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എടുക്കരുത്, അല്ലെങ്കിൽ നേരെ ഹസ്ബൻഡിനോട് പറയും, നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ. കുട്ടി അത് അങ്ങനെ തന്നെ അബ്സോർവ് ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്നത് അമ്മയെ കുറ്റം പറയുന്നതല്ല, അമ്മയിൽ നിന്നും കുട്ടി എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യുന്ന ശീലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവമാണത്. അത് കുട്ടി ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് എളുപ്പത്തിൽ ഇതൊരു സീരീസ് ഓഫ് ഈവൻറ്റുകളുണ്ട്, പ്രോഗ്രാമുകളുണ്ട് കുട്ടി അമ്മയിൽ നിന്ന് ശീലിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളൊരു കുറ്റം പറയുന്നത്, നമ്മൾ ചെറിയ കുറ്റം, ചിലപ്പോൾ നമ്മളുടെ ഹസ്ബൻഡിൻ്റെ കുറ്റമായിരിക്കാം, ജോലി സ്ഥലത്തെ കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോ സിബ്ലിങ്സോ അവരുമായി ബന്ധപ്പെടുത്തിയ കുറ്റങ്ങളായിരിക്കാം, ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം കുട്ടി കാണും, കുട്ടി കേൾക്കും. നമ്മൾ കരുതുന്നത് കുട്ടി കേൾക്കുന്നില്ല ആയിരിക്കും, പക്ഷേ കുട്ടി അത് കേൾക്കുന്നുണ്ടാവും. കാരണം കുട്ടിയുടെ ബ്രെയിൻ അബ്സല്യൂട്ട് ഫ്രീ ആണ്. ഏറ്റവും മൈക്രോ, അതായത് നമ്മൾ പറയാം 20 ഡെസിമലിൽ താഴെയുള്ള ശബ്ദമൊക്കെ അവർ പിടിച്ചെടുക്കും. നമ്മൾ പറയും ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന 20 ഡെസിമലിന് മേലെയുള്ള ശബ്ദങ്ങളാന്ന് പറയും. പക്ഷേ ഒരു 6 വയസ്സിൽ താഴെയുള്ള കുട്ടി 1 ഡെസിമലും അതിൽ കൗണ്ട് ചെയ്യില്ല, കുട്ടി അതൊക്കെ പിടിച്ചെടുക്കും. അതാണ് അമ്മയുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റം പറയുന്ന രീതികൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ് അവർ. നമുക്ക് കുറ്റമൊക്കെ പറയാം, വീട്ടിലാവുമ്പോൾ നമുക്ക് കുറ്റം പറയാം, അതൊക്കെ ചെയ്യാം. പക്ഷെ അത് പറയുന്ന രീതിയെ കുട്ടി അബ്സോർബ് ചെയ്യുന്ന രീതിയാണ്. മറ്റൊന്നാണ് നമ്മളൊരു പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് പൊട്ടി വീണു, ഈ ലോകത്തുള്ള എല്ലാ ഗ്ലാസും പൊട്ടാനുള്ളതാണ്. ഒരു ഗ്ലാസ് പൊട്ടി നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മിക്കവാറും അമ്മമാർ ഒച്ചയുണ്ടാക്കുന്നതാണ് ശീലം നമുക്ക്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടക്കാൻ വീഴുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് പൊട്ടിയാൽ സൊല്യൂഷൻ എന്താണ് അതിന്? ആ സൊല്യൂഷൻ നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ചാൽ മതി. നമ്മൾ ആദ്യം തന്നെ പറയുന്നു, കെയറായിട്ട് നിൽക്കുക, ഗ്ലാസ്സാണ്, കാലിൽ വരും, ചോര വരാൻ സാധ്യതയുണ്ട്, മാറി നിൽക്കുക. ദെൻ അതിനെ ക്ലീൻ ചെയ്യുന്നു. അത് ആ കുട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച നമ്മൾ എന്തായാലും ഇത് ചെയ്യണം. അതെ. നമ്മൾ എത്ര ഒച്ച ഉണ്ടാക്കിയാലും ഇത് ചെയ്യണം.
അപ്പോൾ അതിന് പകരം ആ ഒച്ച ഉണ്ടാക്കുന്ന പ്രോസസ്സ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ആ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഒരു ഗ്ലാസ്സാണ് നിലത്ത് വീണ് പൊട്ടി, സൊല്യൂഷൻ ഇതാണ്. ഉം. ആ കുട്ടി അവിടെ സൊല്യൂഷൻ പഠിക്കും. Excellent. അതാണ് അമ്മയിൽ നിന്ന് പഠിക്കുന്ന സൊല്യൂഷൻ. രണ്ടാമത്തത് നമ്മളുടെ അച്ഛനിൽ നിന്ന് പഠിക്കുന്നത്. പഠിക്കുന്നത്. അച്ഛനിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കോൺഫിഡൻസ് ആണ്, ധൈര്യമാണ്. കാരണം ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട കാര്യം ധൈര്യവും കോൺഫിഡൻസുമാണ്. ഈ ധൈര്യവും കോൺഫിഡൻസും ഉണ്ടാവാൻ വളരെ ഏറ്റവും ചെറിയൊരു ട്രിക്ക് ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ തീപ്പെട്ടി, ഇപ്പം നമ്മുടെ വീട്ടിലെ തീപ്പെട്ടികൾ നമുക്ക് വാങ്ങിക്കാനില്ല, ഉം. ഗ്യാസ് ലൈറ്ററാണ്. ഒരു തീപ്പെട്ടിയിൽ ഏതാണ്ട് 40 തീപ്പെട്ടിയുടെ കൊള്ളിയാണ് ഉണ്ടാവുക. ഉം. ഒരു തീപ്പെട്ടി എടുക്കുന്നു, ഒരു 2 വയസ്സുള്ള കുട്ടിക്ക് ഈ തീപ്പെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലൊരു തീപ്പെട്ടി വെക്കാതെ കത്തിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പം പറയുന്നത് എൻ്റെ കുട്ടിയുടെ കൈ പൊള്ളും, നമുക്ക് പേടിയാണല്ലേ? ഉം. പേടിയല്ലേ നമുക്ക്? കൊടുക്കുമോ ഉറപ്പായിട്ടും. നമ്മൾ? ഇല്ല. കൊടുക്കില്ല നമ്മൾ. പക്ഷേ നിങ്ങളൊരു തീപ്പെട്ടി 2 വയസ്സിനും 3 വയസ്സിനും താഴെയുള്ള കുട്ടിക്ക് ഒരു തീപ്പെട്ടി കൊടുക്കുക. ആ തീപ്പെട്ടി അവൻ കത്തിച്ച് അവനോട് പറയും ഇങ്ങനെയാണ് അത് കത്തിക്കേണ്ടത്. കൈ അവൻ്റെ ചിലപ്പോൾ ചൂടാകുമായിരിക്കും. ഒരിക്കലും കൈ പൊള്ളിയ എന്തായാലും മാരകമായിട്ടൊന്നും സംഭവിക്കില്ല. തീപ്പെട്ടിയല്ലേ? കൈ പൊള്ളിയ അപ്പം തന്നെ റിഫ്ലക്റ്റീവ് ഇതുള്ളത് കൊണ്ട് കുട്ടി അത് പൊള്ളി വലിച്ചു കളയും. പക്ഷേ ഒരു പെട്ടി തീപ്പെട്ടി കത്തിച്ച് തീർന്നു കഴിയുമ്പോൾ അവനുണ്ടാവുന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അത് അച്ഛന് പറ്റും. ഞാനതിനെ പറയുന്നത്, ഞങ്ങളതിനെ പറയുന്നത് മാച്ച് ബോക്സ് കോൺഫിഡൻസ് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഉം. 2 രൂപ കൊടുത്ത് മേടിക്കുന്ന തീപ്പെട്ടി കത്തിച്ച് തീരുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അച്ഛനിൽ നിന്ന് പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം ധൈര്യം, രണ്ടാമത്തെ കാര്യം കോൺഫിഡൻസ്. ഇത് രണ്ടും അതിൽ കിട്ടും. ഉം. ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് കുട്ടി സംസാരിക്കുമ്പോൾ. കുട്ടി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. കുട്ടിക്കൊരു ഡ്രസ്സ് എടുക്കണം. ഉം. നമ്മളെപ്പോഴും കുട്ടിക്ക് ചൂസ് ചെയ്യണം കൊടുക്കുക. ഈ കളർ നിനക്ക് നന്നാവും, ഓക്കെ. ഇത് നിനക്ക് ഫിറ്റായിരിക്കും. ഉം. കുട്ടി പറയും എനിക്കിത് വേണ്ട, എനിക്ക് റെഡാണ് ഇഷ്ടം. ആ. പക്ഷെ നമ്മുടെ കുട്ടി നോക്കുമ്പോൾ കുട്ടിക്ക് നമ്മൾ നോക്കുമ്പോൾ റെഡ് ഇഷ്ടമല്ല, മാച്ചല്ല, ഓറഞ്ച് കളറാണ് ഇഷ്ടം. കുട്ടിയെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. കാരണം അവൻ ലേൺ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ചെയ്യുന്ന യാത്രകൾ, നിങ്ങൾ ഡ്രസ് ഷോപ്പിങ്ങിന് പോകുന്ന സാഹചര്യം, ഇതെല്ലാം കുട്ടിക്ക് നൽകുന്ന കോൺഫിഡൻസും ധൈര്യവും റെസ്പോൺസും സിസ്റ്റവും. ഇത് അച്ഛനും അമ്മയ്ക്കും ശീലമാക്കാൻ പറ്റുന്ന ഇങ്ങനെയാണ്. ഉം. ഇതിനൊരു സിസ്റ്റം ഉണ്ട് അതിന്. ഉം. അതൊരു വീട്ടിലെ ഡേ ടു ഡേ ആക്ടിവിറ്റി എങ്ങനെയാണ് കുട്ടിക്ക് ധൈര്യം നൽകുന്നത്, കോൺഫിഡൻസ് നൽകുന്നത്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നത്, അതിനൊരു സിസ്റ്റം നമുക്കുണ്ട്. സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൂപ്പർ പാരന്റിങ് കോച്ചിങ് ഫോർമുല എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്താണത്? സൂപ്പർ പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൂപ്പർ പാരൻസിനെ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണത്. ഉം. നോർമലി പാരൻസ് പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അതെ. അപ്പോൾ പാരൻസിനെ നമ്മളൊരു പ്രോസസ്സിലൂടെ കടത്തിവിടുകയാണ്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്താണ് പാരൻറ്റിങ്, എന്താണ് പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ കൊടുക്കുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ ഞാൻ കുട്ടിയോട് ബിഹേവ് ചെയ്യുന്ന രീതി ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ് കുട്ടിക്ക് അത് ഇൻഫ്ലുവൻസ് ആവുക. കാരണം ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം ഈ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസാണ് കുട്ടി പല സ്ഥലത്തും കാണിക്കുന്നത്. കാണിക്കുന്നത്. അവൻ സ്കൂളിൽ പോയി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കുന്ന സമയത്ത് ഇതെല്ലാം സംസാരിക്കുന്ന പലപ്പോഴും പാരൻസുമായിട്ടുള്ള ഇടപെടലുകളാണ്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ, അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉം. നമ്മളൊരു പ്രോസസ്സുണ്ട്. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് അച്ഛനെയും അമ്മയും ഒരു സെൽഫ് റിയലൈസേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് അച്ഛനും അമ്മയും ഞങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയിക്കുകയാണ്. അതിനുശേഷം അവർ കറക്റ്റ് ചെയ്യേണ്ട ചില മേഖലകളുണ്ടാവും. അതായത് ഇമോഷണലി അവർ റെസ്പോണ്ട് ചെയ്യുന്ന പല സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർ കുട്ടിയോട് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഉം. കാരണം അവരുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ അവർ തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് സൂപ്പർ പാരൻറ്റിങ് പാരന്റിങ്. ഫോർമുല. ഈ സൂപ്പർ പാരൻറ്റിങ് ഫോർമുല എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഉം. പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ പാരൻസ് അത് അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് അത് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും കുട്ടികളുടെ പെരുമാറ്റത്തിൽ, കുട്ടികളുടെ സ്കില്ല് തിരിച്ചറിയാൻ, കുട്ടികളുടെ കഴിവുകേടുകളെ തിരിച്ചറിയാൻ, ഇതൊക്കെ ആവശ്യമാണ്. കുട്ടിയുടെ കഴിവ് മാത്രമല്ല തിരിച്ചറിയേണ്ടത് പാരൻസ്, കുട്ടിയുടെ കഴിവുകേട് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് കുട്ടിയെ ഞാൻ എന്തിനാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ളത് പാരൻസിന് അറിയുള്ളൂ. അപ്പോൾ അതിന് പാരൻസിനെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ പാരൻസിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പാച്ച്
എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ടെക്നിക്കൽ വേർഡ് വെച്ചിട്ട്. ഒരു പാച്ച് പ്രോഗ്രാമിംഗ് ആണ് സൂപ്പർ പാരന്റിംഗ് ഫോർമുല. ഇനി സൂപ്പർ പാരന്റിംഗ് ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളതൊന്ന് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇറ്റ്സ് ലൈക്ക് എ വർക്ക്ഷോപ്പ്. ഓ. 3 മണിക്കൂറുള്ള 2 സെഷനായിട്ടുള്ള വർക്ക്ഷോപ്പാണ്. ഇതൊരു പ്രാക്ടിക്കൽ സെഷനാണ്. ഉം. ഒരു വർക്ക്ഷോപ്പാണത്. പാരൻസ് അതിൽ ഇൻവോൾവ് ആവുന്നു. അതിലൂടെ വർക്ക് ചെയ്യുന്നു, റിയലൈസ് ചെയ്യുന്നു, റെക്ടിഫൈ ചെയ്യുന്നു. അതൊരു ഓൺലൈൻ പ്രോഗ്രാമാണ്. രണ്ടാമത്തെ നമ്മൾ ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. ഈ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ തന്നെ 2 മെത്തഡോളജി ഉണ്ട്. ഉം. ഒന്ന് ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു പാരൻസ് പറയുവാണ് എനിക്കിത് സ്പെഷ്യലൈസ് ചെയ്ത ആവശ്യമുണ്ട് ഇൻഡിവിജ്വലി. നമ്മൾ അവർക്ക് വേണ്ടി ഇത് കൊടുക്കും. അവരുടെ കുട്ടി, അതായത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ്. അല്ലെങ്കിൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പാരൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഗ്രൂപ്പായിട്ട് നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനോട് സഹകരിച്ചിട്ട് അവിടെ 20 പേരടങ്ങുന്ന പാരൻസിൻ്റെ ബാച്ചിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇതൊരു വൺ ടൈം പ്രോഗ്രാം അല്ല. ഈ വർക്ക്ഷോപ്പിന് ശേഷം നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു അസസ്മെൻറ്റ് പ്രോഗ്രാമുണ്ട്. കുട്ടിയുടെ ഇൻഡിവിജ്വൽ സ്കിൽസ് അല്ലെങ്കിൽ ടാലൻറ്റ്, അവരുടെ സ്ട്രെങ്ത്ത് തിരിച്ചറിയുന്നത്. അതിനുശേഷം അവരുടെ മുന്നോട്ടുള്ള പ്രോഗ്രാം, അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം. ഉം. അതായത് അക്കാഡമിക്സിൽ ഒരു അക്കാഡമിക് എഡ്യൂക്കേഷൻ വേണ്ടാത്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്പോർട്സിൽ ടാലൻ്റുള്ള കുട്ടികളുണ്ട്. ശരി. അപ്പം അത്തരം കാര്യങ്ങളെ തിരിച്ചറിയാനാണ് സൂപ്പർ പാരന്റിംഗ് കോച്ചിങ് ഫോർമുല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് 2019 ശേഷം ജനിച്ച കുട്ടികൾ, അതായത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതലും നമ്മുടെ ഈ ഫോർമുല വർക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? ഓക്കെ, ഈ പാരന്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ എത്ര വയസ്സായാലും പാരൻസ്, അച്ഛനും അമ്മയും മക്കളുടെ കാര്യത്തിൽ കോൺഷ്യസ് ആണ്. അതെ. സൂപ്പർ പാരന്റിംഗ് കോച്ചിങ് പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ആവശ്യകത ഇപ്പോഴുള്ളത്. ഒന്ന്, ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡിജിറ്റൽ വേൾഡാണ്. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷം 2000-ലധികം കുട്ടികളാണ് മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉം. കൺസൾട്ടേഷൻ, കൗൺസിലിംഗ്, അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. 2000-ലധികം കുട്ടികൾ. ഈ കുട്ടികൾ കൂടുതലും 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ഓക്കെ, ഈ പാരൻറ്റിങ്ങും മൊബൈൽ ഫോണുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, ഇന്ന് പാരൻറ്റിങ് നേരത്തെ അച്ഛനും അമ്മയും ചെയ്തിരുന്ന ജോലി, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ചെയ്തിരുന്ന ജോലി, അധ്യാപകർ ചെയ്തിരുന്ന ജോലി, അതായത് കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് സാധ്യമല്ല. അപ്പോൾ പാരൻസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് ഈ കുട്ടികളെ മൊബൈൽ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, കുട്ടികളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ സമയം എന്ന് പറയുന്നത് 6 വയസ്സിൽ താഴെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്. ഉം. അവരെല്ലാ ചുറ്റുപാടുകളെല്ലാം അവർ പിടിച്ചെടുക്കും. അവർ കേൾക്കുന്നത്, കാണുന്നത് എല്ലാനും. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ന് മൊബൈൽ ഫോണിനോടാണ് സംസാരിക്കുന്നത്. നമ്മൾക്കറിയാൻ പറ്റും. എനിക്ക് ഏറ്റവും അധികം വിഷമമുള്ള കാര്യമാണ് ചെറിയ കുട്ടികൾ കരയുന്നത്, ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്. കാരണം മാതാപിതാക്കൾക്കൊരു പ്രിവിലേജാണിന്ന്. എൻ്റെ കുട്ടി ഇങ്ങനെ കാണിക്കുന്നു എന്ന് ലോകത്തെ കാണിക്കാൻ. ഒരു കുട്ടി ഞാൻ വളരെ സങ്കടത്തോടെ കണ്ടൊരു കാര്യമാണ്, ഒരു കുട്ടി കരഞ്ഞിട്ട് സംസാരിക്കുന്നത് മൊബൈൽ ഫോണിൽ നോക്കിയിട്ടാണ്. അതായത് മൊബൈലിൽ കാണുകയാണ്. അപ്പം കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടല്ല പറയുന്നത്. അമ്മയുടെ മുന്നിൽ നിന്ന് കുട്ടി വിഷമം പറയുമ്പോൾ അമ്മ അത് മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് കുട്ടിയുടെ മുഖത്തൊന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുട്ടി കരുതുന്നത് എൻ്റെ അമ്മയല്ല, എൻ്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നത് മൊബൈൽ ഫോണാണ്. ഞാൻ പറയുന്നത് കാണുന്നത് മൊബൈൽ ഫോണാണ്. കാരണം കുട്ടിക്കും എനിക്കും അങ്ങനെയാണ്. ഒരാളോട് നേരിട്ട് സംസാരിക്കാനാണ് ആഗ്രഹം. അപ്പോൾ കുട്ടി പാരൻസിനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് മൊബൈൽ ഫോണിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ 6 വയസ്സിൽ താഴെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം വേണമെന്ന് പ്രിസൈസ്ലി പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും സൂപ്പർ പാരന്റിംഗ് കോച്ചിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാമുകൾ ആണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ, ഞങ്ങളൊരു കുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെവിൾസ് ഏജ് എന്ന് പറയുന്നൊരു പ്രായമുണ്ട്. ഡെവിൾസ് ഏജ് എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു പുതിയ കാര്യം പഠിക്കുന്നത് ആ സമയത്താണ്. 16 വയസ്സിൽ താഴെയുള്ള സമയത്ത് 3 പ്രാവശ്യമാണ് ഡെവിൾസ് ഏജിലൂടെ നമ്മൾ കടന്നു പോവുക.
ആ 3 പ്രാവശ്യവും കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ ഉണ്ടാവണം. ഉം. അതിലൊന്ന് 6 വയസ്സിൽ താഴെയുള്ള സമയമാണ്. അതായത് കുട്ടി ഒരു ഭാഷ പഠിക്കുന്നു. അവൻ പുറത്തോട്ട് വന്നിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് മൊബൈൽ ഫോണാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്തരമൊരു സമയത്ത് മാതാപിതാക്കൾ അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പാരൻറ്റിങ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 6 വയസ്സിൽ താഴെയുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ജനറേഷൻ ആൽഫ, ജനറേഷൻ ബീറ്റ ഈ വർഷമൊക്കെ ജനിച്ച മാതാപിതാക്കളോട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കുട്ടിയെ മൊബൈൽ ഫോൺ കാണിക്കുന്നത് അല്ലെങ്കിൽ പാരൻറ്റിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ. നമ്മൾ പല IVF സെൻറ്റേഴ്സ് അല്ലെങ്കിൽ പല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കാരണം KG പോലെയുള്ള പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മാതാപിതാക്കളോട് പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പാരൻറ്റിങ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഉം, ഉം. എന്നുള്ളത്. അപ്പോൾ 6 വയസ്സിൽ താഴെയുള്ള മാതാപിതാക്കളാണ് തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ അത്രയും സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ. നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മുൻപ് പാരന്റ് എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രത്യേകിച്ച് പുതിയ അക്കാഡമിക് ഇയർ വരികയാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മുൻപ് മാതാപിതാക്കൾ ആദ്യം കുട്ടിയെ പരിശീലിപ്പിക്കേണ്ടത് ഉം. ആ കുട്ടിയിൽ നിന്ന് വ്യക്തമായി കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളത് പഠിപ്പിക്കണം. ഉം. അതായത് എനിക്ക് വേണ്ട, എനിക്ക് വേണം, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. പല കുട്ടികളും 90% കുട്ടികളും സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഇതറിയില്ല. അത് കുട്ടികളോട് കുട്ടികൾക്ക് ഈ 3 വയസ്സ് 3.5 വയസ്സിലാണ് കുട്ടികൾ സ്കൂളിൽ പോവുക. അതെ. അപ്പോൾ നമ്മൾ കരുതി 3 വയസ്സ് 3.5 വയസ്സായ കുട്ടികൾ ഇതൊക്കെ പഠിക്കുമോ അല്ലെങ്കിൽ ചോദിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. കാരണം നമ്മൾ അങ്ങനെയാണ് കുട്ടിയെ ശീലിപ്പിച്ചിരിക്കുന്നത്. ഒരു കുട്ടിക്ക് നമ്മൾ കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറയുന്നതിന് വിശക്കുന്നു എന്ന് പറയാനും, കാരണം നമ്മൾ വിശക്കാതെയാണ് ഭക്ഷണം കൊടുക്കുന്നത് കുട്ടിക്ക് പലപ്പോഴും. അത് കുട്ടിക്ക് ഒരു വിശപ്പറിയില്ല. കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുള്ളത് പറയാൻ അറിയില്ല കുട്ടിക്ക്. ഉം, ഉം. ശരിക്കും കുട്ടി ജനിച്ച് തുടങ്ങി കുട്ടി നടക്കാൻ തുടങ്ങും മുതൽ കുട്ടിയുടെ ടോയ്ലറ്റിംഗ് റിക്വയർമെൻറ്റ്, നീഡ് കുട്ടിയിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഉം, ഉം. ലോകത്തിലെ ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ സംവിധാനം കൊടുക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് കൊറിയയും ഒന്ന് ജപ്പാനുമാണ്. അവിടെ അവർ ചെയ്യുന്നത് കുട്ടിയെ ഏറ്റവും ചെറുപ്പത്തിൽ കുട്ടിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ, എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട് എന്ന് പറയാൻ പരിശീലിപ്പിക്കുകയാണ്. അതെ. ഇത് മാതാപിതാക്കൾക്ക് സാധിക്കാറില്ല. നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും ആദ്യം ശീലിക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഉം. അത് സംസാരിക്കുന്ന ഭാഷയുടെ പെർഫെക്ഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വിശക്കുന്നു എന്നുള്ളതിനെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടിയെ പരിശീലിപ്പിക്കണം. അത് മാതാപിതാക്കൾക്ക് പറ്റും. അത് 2 പ്രാവശ്യം ഞാൻ പറയാൻ കാരണം പല മാതാപിതാക്കളും കരുതുന്നത് എനിക്കത് പറ്റില്ല എന്നാണ്. 8 വയസ്സ് വരെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് നടക്കുന്ന മാതാപിതാക്കൾ എനിക്കറിയാവുന്ന മാതാപിതാക്കളുണ്ട്. യൂറിൻ ചെയ്യാൻ കുട്ടിക്ക് അറിയില്ല. 3 വയസ്സും 4 വയസ്സും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 വയസ്സ് കഴിഞ്ഞിട്ട്, 6 വയസ്സ് കഴിഞ്ഞിട്ട്. അതായത് ടോയ്ലറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കൃത്യമായി മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ തുടങ്ങി ഒരു 5 6 കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും എല്ലാ മാതാപിതാക്കളും ഇനി 30 10 50 ദിവസം സമയമുണ്ട്. ഇനി ഉം. ഈ സമയം കൊണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം അതാണ് മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ ഇപ്പോൾ അവർ പോകുന്നത് വളരെ അപരിചിതമായ ഒരു മേഖലയിലോട്ടാണ് പോകുന്നത്. കാരണം ഇത്രയും നാളും അവർ കളിച്ച് ജീവിച്ച അതെ. സ്ഥലത്ത് നല്ല വേറൊരു സ്ഥലത്തേക്ക് പോവുക. അവർക്ക് പരിചയമല്ലാത്തൊരു കാര്യമാണ്. മാതാപിതാക്കൾ തയ്യാറെടുക്കുന്നത് നല്ല ബാഗ് മേടിച്ചു കൊടുക്കും, നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, നല്ല ഷൂസ് വാങ്ങിച്ചു കൊടുക്കും, സ്കൂൾ ബസ്സിനെ കുറിച്ച് പറയും, സ്കൂളിനെ കുറിച്ച് പറയും. പക്ഷെ അവിടെ മാതാപിതാക്കൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. കുട്ടികൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആവാൻ. അതെ. അത് കുട്ടികൾ മാനസികമായി തയ്യാറെടുക്കണം. തയ്യാറെടുക്കണം. പക്ഷെ അവിടെ ഒരു സംഭവം നടക്കുന്നത്, നീ ഇത്രയും നാൾ ഇവിടെ കളിച്ച് നടന്നതല്ലേ, ഇനി നീ പോകാൻ പോണ വേറെ സ്ഥലത്തോട്ടാ, അവിടെ നീ പഠിച്ചോളും. മാതാപിതാക്കളും ചുറ്റുപാടുള്ള ആളുകളും കുട്ടികളിലോട്ട് ഫീഡ് ചെയ്യുന്നൊരു രീതി അതാണ്. അതായത് ഇനി നീ പോകുന്നത് സ്കൂളിലോട്ടാണ്. അത് നമ്മൾ പറയുന്നതിൽ അത്ര സ്ട്രെസ് ഉണ്ടാവില്ല. പക്ഷെ കുട്ടി അത് മനസ്സിലാക്കുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടാണ്. അവൻ പോകും, സ്കൂൾ ബാഗും പുതിയ കുപ്പായൊക്കെ ഇട്ട് അവൻ പോകും. പക്ഷെ അവൻ്റെ മനസ്സിലത് കിടക്കുന്നുണ്ട്, ഞാൻ ചെല്ലുന്ന സ്ഥലം എന്തോ പ്രത്യേകതയുള്ള സ്ഥലമാണ്, എന്തോ പ്രശ്നമുള്ള സ്ഥലമാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ മാതാപിതാക്കൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നീ ഇത്രയും നാൾ കളിച്ച കളി നിർത്തേണ്ടി വരും എന്നല്ല,
അവിടെയാണ് മാതാപിതാക്കൾ ഒരു കറക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കറക്ഷൻസാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടതുള്ളൂ. ഉം. അതാണ് മാതാപിതാക്കൾ സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊരു 1-2 കാര്യങ്ങൾ മാതാപിതാക്കൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടത്. ഇപ്പോൾ ഈ വർഷം ഒരു വർഷം 3,50,000 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് മാത്രം സ്കൂളിലോട്ട് പുതിയ അക്കാദമിക് ഇയറിൽ പോകുന്നത്. ഉം. നമുക്ക് പ്രവേശനോത്സവം അങ്ങനെ നൂറുകണക്കിന് ആക്ടിവിറ്റികളുണ്ട്. കുട്ടികൾ അതിലൊക്കെ എക്സൈറ്റഡ് ആയിരിക്കും. ഉം. കുട്ടികൾ കരയും. പക്ഷെ കുട്ടികൾ ഈ കരച്ചിലും അതുപോലെ തന്നെ കുട്ടികൾ ഈ പ്രശ്നങ്ങളും ഈ സന്തോഷമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളായിട്ട് ഒരു കണക്ഷനിലാവും. ഉം. പക്ഷെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഒരു ധാരണ സ്കൂളിലോട്ട് വിട്ടാൽ എൻ്റെ പ്രശ്നം തീർന്നു എന്നാണ്. എങ്ങനെയെങ്കിലും സ്കൂളിലോട്ട് വിട്ടാൽ മതി. ഉം. അങ്ങനെയാണ് മാതാപിതാക്കൾ ചിന്തിക്കുക. പക്ഷേ കുട്ടികൾ 15 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു മാതാപിതാക്കളോട് എത്തുക. 1 മുതൽ 15 വർഷം വരെ, അതായത് പ്രീ കെ ജി, കെ ജി, പിന്നെ 1 to 10, ദെൻ +2. ഇത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ തിരിച്ചു വരിക. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക സ്വാഭാവികമായിട്ടും? ഇനി കരിയർ അതിനു വേണ്ടി വീണ്ടും നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകും. അതെ. ഓക്കെ. പക്ഷേ 16 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി മാതാപിതാക്കളോട് തിരിച്ചു വരില്ല. അവൻ അവൻ്റെ സ്ഥലം കണ്ടെത്തിയിരിക്കും. നിങ്ങൾക്ക് കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം 6 വയസ്സിൽ താഴെയാണ്. അതായത് സ്കൂളിലോട്ട് കുട്ടികളെ അയക്കുന്നതിന് മുൻപും ഈ കെ ജി സെഷൻ വരെയാണ്. അപ്പോൾ മാതാപിതാക്കൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കുട്ടി എന്താണ്, എന്തായിരിക്കണം, അവൻ എങ്ങനെയാണ് ആയിത്തീരാൻ പോകുന്നത് എന്ന് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ ലോകത്തുള്ള ഒരേ ഒരു റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. ഒരു സ്കൂൾ അധികൃതരും ഒരു അധ്യാപകരും നിങ്ങളുടെ കുട്ടിയുടെ കുറിച്ചൊരു ഗ്യാരണ്ടി നൽകുന്നില്ല. ഒരു സ്കൂൾ അധികൃതരും ഒരു അധ്യാപകരും ഉം. ഒരു കുട്ടിയെക്കുറിച്ചും മാതാപിതാക്കൾക്ക് ഗ്യാരണ്ടി നൽകുന്നില്ല. പൊതുവിൽ അവർ കാണുന്നത് 15 വർഷത്തേക്ക് റവന്യൂ കിട്ടുന്ന ഒരു റവന്യൂ സോഴ്സായിട്ട് മാത്രമാണ് അവർ കാണുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പല സ്കൂൾ അധികൃതരായിട്ടും പല അധ്യാപകരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി പർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. അവർ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം ഗ്രൂപ്പായിട്ടാണ്. ഉം. അവരുടെ മുന്നിൽ 20 കുട്ടികൾ, 30 കുട്ടികൾ, 40 കുട്ടികൾ ബാച്ചാണ് അവരുടെ മുന്നിൽ. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ സ്പെഷ്യലൈസ് ചെയ്ത് എന്താണോ കൊടുക്കേണ്ടത്, അവർക്ക് എന്താണോ നൽകേണ്ടത്, അവരുടെ ഭാവി എന്താണ് എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള ആളുകൾ അച്ഛനും അമ്മയും അഥവാ മാതാപിതാക്കളാണ്, അഥവാ പാരൻസാണ്. ഇതാണ് നമുക്ക് മാതാപിതാക്കളോട് പറയാനുള്ള, സ്കൂളിലോട്ട് വിടുന്ന മാതാപിതാക്കളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസിൻ്റെ ഫൗണ്ടർ ഡോക്ടർ ബിനോയ് ജോണാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. എല്ലാ വിധത്തിലുള്ള ആശംസകളും ഉയർച്ചയും നേരുകയാണ്. താങ്ക് യു.